ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെ അരികിലെത്തി പോലീസ് അർച്ചനയെ ചോദ്യം ചെയ്തതിനു ശേഷം അവിടേക്ക് ഡോക്ടർ എത്തിച്ചേരുന്നു. ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ടും എല്ലാവർക്കും ഇപ്പോൾ അപകടനില തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഡോക്ടർ അർച്ചനയോട് അറിയിച്ചു. അത് കേട്ടതോടെ അർച്ചന വളരെ സന്തോഷത്തോടെ അരികിൽ നിന്ന ആ ലോറി ഡ്രൈവറെ നോക്കി. അങ്ങനെ ആശ്വസിച്ച് അർച്ചന നിൽക്കുമ്പോഴേക്കും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, ഇനി അവരുടെ എല്ലാവരുടെയും മൊഴിയെടുക്കാനിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും, അതിനെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അകത്തേക്ക് പോകാം എന്ന് ആ ഉദ്യോഗസ്ഥരോട് ഡോക്ടർ അറിയിച്ചു. അതിനുശേഷം അർച്ചനയോട് ഡോക്ടർ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞത് അത് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ദൈവം തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ഡോക്ടർ പോലീസിനെ കൂട്ടി അവിടെ നിന്ന് പോയി. ഈ സമയത്ത് അർച്ചന വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ആ ലോറി ഡ്രൈവർ ചോദിച്ചു, അല്ല, ഇപ്പോ അർച്ചനയ്ക്ക് സന്തോഷമായല്ലോ അല്ലേ? എല്ലാവരും രക്ഷപ്പെട്ടതിൽ ഇപ്പോ അർച്ചന വളരെയേറെ സന്തോഷവതിയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, ഈ സമയത്ത് ഇത്രയും ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ എനിക്ക് എൻ്റെ ഒപ്പം വന്ന് എന്നെ സഹായിച്ചതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞതും ഉടനെ അയാൾ പറഞ്ഞു, നമ്മളെല്ലാവരും മലയാളിയല്ലേ, മലയാളികളെ സഹായിക്കാതിരിക്കുവോ? അതുകൊണ്ട് എന്താണെങ്കിലും അവർ രക്ഷപ്പെടേണ്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് എനിക്ക് എവിടെ വരാൻ കഴിഞ്ഞു. പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഞാനോ അർച്ചനയോ മാത്രമല്ല, അർച്ചനയുടെ കരഞ്ഞുകൊണ്ടുള്ള ആ ദൈവത്തിന് മുന്നിലുള്ള അർച്ചനയുടെ പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന ഈശോ കേട്ടു. അതുകൊണ്ട് തന്നെയാണ് അർച്ചനയോട് ദൈവം ഇങ്ങനൊരു കരുണ കാണിച്ചത് എന്ന് ആ ലോറി ഡ്രൈവർ അർച്ചനയോട് പറഞ്ഞിട്ട് പറഞ്ഞു, അതെ, ഞാൻ പോയിക്കോട്ടെ. അർച്ചനയെ ഇപ്പോൾ അവരെല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ, അർച്ചനയെ കാണാൻ അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എൻ്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അർച്ചന കുറച്ചു നേരത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു നന്ദി വാക്ക് പോലും അദ്ദേഹത്തോട് പറഞ്ഞില്ലല്ലോ എന്ന് അർച്ചന ഓർമ്മിച്ചത്. അത് മാത്രമല്ല, ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും അദ്ദേഹത്തിന്റെ പേര് പോലും തനിക്ക് അറിയില്ലല്ലോ എന്ന് മനസ്സിൽ തോന്നിയതും അർച്ചന വേഗം തന്നെ അയാൾ പോകുന്നതിന് മുൻപ് അയാൾ അരികിലേക്ക് എത്തി. ഈ സമയത്ത് അയാൾ ലോറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അർച്ചന ഓടിയെത്തിയത്. അതെ, പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അർച്ചനയെ നോക്കിയിട്ട് അദ്ദേഹം വേഗം പറഞ്ഞു, ഈശോ, അല്ല മൈക്കിൾ. അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ഈശോ എന്ന് പറഞ്ഞിട്ട് തിരുത്തി മൈക്കിൾ എന്ന പേര് പറഞ്ഞ് അർച്ചനയോട് എന്നെ കാണാം എന്ന് പറഞ്ഞ് വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോയി. അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ അർച്ചന തന്നോട് അന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് എല്ലാവരുടെയും നില വളരെ ഗുരുതരമാണ് എന്ന് അറിയിച്ചപ്പോൾ തന്റെ അരികിലേക്ക് എത്തി അന്ന് ആ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ അർച്ചന ഓർമ്മിച്ചു. അർച്ചന അതോർത്ത് വേഗം തന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം കാണാനായി അവരുടെ അരികിലേക്ക് അർച്ചന മടങ്ങി ഓടുന്ന സമയത്ത് അർച്ചന കണ്ണീരോടെ പ്രാർത്ഥിച്ച ആ യേശുദേവന്റെ ആ രൂപത്തിന് തൊട്ടരികിലായി അർച്ചനയെ സഹായിക്കാനായി എത്തിയ മൈക്കിൾ ഒരു വെള്ള വസ്ത്രം ധരിച്ച് പുഞ്ചിരിയോടെ നോക്കി നിന്നു. ആ സമയത്ത് അർച്ചന സച്ചിയുടെയും മറ്റുള്ളവരുടെയും അരികിലേക്കായി ഓടിപ്പോകുന്നു. പിന്നീട് എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം സച്ചിക്ക് ചൂടുവെള്ളം കൊടുക്കാനായി അർച്ചന അരികിലേക്ക് എത്തി. അർച്ചന റൂമിൽ നിന്ന് സച്ചിക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, എന്നാലും ഇതെന്തൊരു അതിശയമായിരിക്കുന്നു. ഫുഡ് പോയിസൺ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അതും എല്ലാവർക്കും ഒരേ സമയത്ത് ഇതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് അതിശയം. എന്തായാലും ഭാഗ്യത്തിന് തനിക്കും ആതിരയ്ക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങളെങ്കിലും അത് കഴിക്കാതിരുന്നത് കൊണ്ടാണല്ലോ ഞങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞത്. സത്യത്തിൽ അന്ന് ഈ വീട് ഈ സമയത്ത് വലിയൊരു ദുരന്തമായി മാറേണ്ടിയിരുന്ന ഒരു ദുരന്ത വീടായി മാറേണ്ടിയിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് അർച്ചനയും മാധുരിയും കൂടി രക്ഷിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അന്ന് ഞാൻ ആ കേക്ക് കഴിക്കാതിരുന്നത്, കേക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത് ഞാൻ ഓർഡർ ചെയ്ത കേക്ക് അല്ല എന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ ഉടനെ തന്നെ ഷോപ്പിൽ വിളിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ ആ കേക്ക് ഞാൻ ഓർഡർ ചെയ്ത കേക്ക് തന്നെയാണ് അവർ ഇവിടെ ഡെലിവറി ചെയ്തെന്നാണ് അവർ എന്നോട് പറഞ്ഞത് എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു. പിന്നെ ആതിര അത് കഴിക്കാതിരുന്നത്, അവൾ കൃത്യസമയത്ത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അവൾ റൂമിലായിരുന്നില്ലേ, അതുകൊണ്ടാണ് അവളും അത് കഴിക്കാതെ പോയത്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായല്ലോ എന്ന് അർച്ചനയും പറയുമ്പോൾ സച്ചി പറഞ്ഞു, എന്തായാലും തന്നോട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല, പക്ഷെ നമുക്കിടയിൽ നന്ദി പറച്ചിലുകൾ പാടില്ല എന്നും താൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിലും ഇത്രയേറെ ഒരു നന്മ താൻ ചെയ്തത്, ഈ രണ്ട് കുടുംബങ്ങളെയും രക്ഷിച്ചത് താനല്ലേ. തന്റെ ആ കൃത്യസമയത്ത് മനസ്സ് തകർന്നു പോകാതെ, ആകെ തകർന്ന് മനസ്സുമായി നിൽക്കാതെ
കൃത്യസമയത്ത് വേണ്ട രീതിയിൽ ആ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ ഇത്രയും ആളുകളുടെ ജീവൻ തനിക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതിന് നന്ദി പറഞ്ഞാലും പ്രശംസിച്ചാലും മതിയാവില്ല അർച്ചന എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, സത്യത്തിൽ നന്ദി പറയേണ്ടത് എന്നോടല്ല. ആ സമയത്ത് ആരും സഹായത്തിനില്ലാതെ ഞാൻ അവിടെ ആ പെരുവഴിയിൽ നെട്ടോട്ടം ഓടുമ്പോ അവിടെ നമുക്കെല്ലാവർക്കും തുണയായിട്ട് അവിടെ എത്തിയ ആ ലോറി ഡ്രൈവർ ഉണ്ടല്ലോ, ആ മൈക്കിൾ, അദ്ദേഹത്തിനാണ് നന്ദി അറിയിക്കേണ്ടത്. സത്യത്തിൽ അദ്ദേഹം എന്നോട് പേര് പറഞ്ഞു മൈക്കിൾ എന്ന്. പക്ഷേ അദ്ദേഹം എൻ്റെ അരികിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ഒരു ദുർഘടാവസ്ഥയിൽ എനിക്ക് സഹായഹസ്തം നീട്ടിയത്, ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച ആ ഈശ്വരൻ തന്നെയാണ് എന്ന്, എൻ്റെ മുന്നിൽ മൈക്കിളിന്റെ രൂപത്തിൽ വന്ന് അവതരിച്ചത് എന്ന്. സത്യത്തിൽ ആ മൈക്കിൾ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ദൈവം എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു. സച്ചി അതെല്ലാം കേട്ട് ശരി തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന ആലോചിച്ചു. അന്ന് രാത്രിയിൽ ഡോക്ടർ എല്ലാവരുടെയും അവസ്ഥ വളരെ ഗുരുതരമാണെന്ന് പറഞ്ഞപ്പോൾ തന്റെ അരികിലെത്തി അന്ന് ആ ലോറി ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ, മൈക്കിൾ പറഞ്ഞ വാക്ക്, പ്രാർത്ഥനയോടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന ദൈവത്തിന് മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചോളൂ, എന്നാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വാക്കുകൾ, അത് അർച്ചന ഓർത്തുകൊണ്ട്, കാരണം അതുപോലെ തന്നെ അന്ന് ആ ഈശോയ്ക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് അർച്ചന ഓർമ്മിക്കുന്നു. അതോർത്ത് അർച്ചന പുഞ്ചിരിച്ചങ്ങനെ നിന്നതിന് ശേഷം കുറച്ചു നാൾ കഴിഞ്ഞ് എല്ലാവരും ആ ഒരു അവസ്ഥയിൽ നിന്ന്, ഫുഡ് പോയിസൺ കഴിച്ച് ആരോഗ്യമൊക്കെ ആകെ തകർന്ന അവസ്ഥയിൽ നിന്ന് എല്ലാവരും ആരോഗ്യം വീണ്ടെടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അർച്ചനയും നന്ദനും കൂടി സന്ധ്യ ഡോക്ടറെ കാണുവാനായി എത്തുന്നു. സന്ധ്യ ഡോക്ടർ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അവർക്കിടയിൽ ഒരു ചർച്ച നടത്തി. നന്ദൻ പറഞ്ഞത്, ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ കേക്കിൽ നിന്നാണ് എല്ലാവർക്കും പോയിസൺ ഉണ്ടായതെന്നാണ്. അങ്ങനെ ആ കേക്കിൽ ആരാണ് അതുപോലെ പോയിസൺ കലർത്തിയെന്നാണ് അറിയേണ്ടത് എന്ന് നന്ദൻ അറിയിച്ചപ്പോൾ ഇത് കേട്ട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതിന് ഇതുപോലെ സംശയിക്കേണ്ടതോ തലപുകഞ്ഞാലെ ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യം ഒന്നും തന്നെയില്ല. അതിന് വ്യക്തമായിട്ട് ഉത്തരം അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്ന സന്ധ്യ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് അർച്ചന ചോദിച്ചു, എന്താ ഡോക്ടർ പറഞ്ഞു വരുന്നത്, അവന്തികേടത്തിയാണെന്നാണോ എന്ന് ചോദിച്ചതും ഉടനെ സന്ധ്യ പറഞ്ഞു, അതെ, അക്കാര്യത്തിൽ എന്താ അത്ര സംശയം എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, ഡോക്ടറെ, സന്ധ്യ ഡോക്ടർ പറയുന്നത് പോലെ ഒരിക്കലും അത് അവന്തികേടത്തിയാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ പറഞ്ഞു, അല്ല, ആ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കണമെന്നുള്ള പകയും മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ഒരേ ഒരു ശത്രു അത് അവൾ മാത്രമല്ലേ ഉള്ളൂ, അവൾ ഏത് വിധത്തിലും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ പറഞ്ഞു, എന്നാൽ അന്ന് ആ കേക്ക് കട്ട് ചെയ്തപ്പോൾ അത് അവന്തികയും അനഘയും കഴിക്കുകയുണ്ടായല്ലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അതെ, അന്ന് അവന്തികേടത്തിയും അനഘയും ഒരുമിച്ച് അത് എല്ലാവരുടെയും മുന്നിൽ നിന്ന് എല്ലാവരും കഴിക്കുന്നതൊപ്പം അവരും കഴിക്കുകയും ചെയ്തു. അങ്ങനെ അതിൽ പോയിസൺ കലർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവന്തികേടത്തി അത് കഴിക്കാൻ തയ്യാറാവില്ല. അവന്തിക കഴിക്കില്ല എന്ന് മാത്രമല്ല, ഒരു കാരണവശാലും അനഘയെ കഴിക്കാനിട്ട് അനുവദിക്കുകയുമില്ല എന്ന് നന്ദനും അറിയിച്ചു. അപ്പോ അങ്ങനെയാവാൻ വഴിയില്ല, സ്വന്തം ജീവൻ പണയം വെച്ച് അവരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോ എന്ന് നന്ദൻ അന്വേഷിച്ചു. അപ്പോഴേക്കും സന്ധ്യ ഡോക്ടർ ചോദിച്ചു, പിന്നെ ആരായിരിക്കും നന്ദ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് ഒറ്റയടിക്ക് 2 കുടുംബങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആരാണെങ്കിലും അവനെ കണ്ടെത്തിയേ തീരൂ. അപ്പോ പോലീസ് എന്താ പറഞ്ഞത് എന്ന് നന്ദനോട് സന്ധ്യ ഡോക്ടർ അന്വേഷിച്ചപ്പോ നന്ദൻ പറഞ്ഞു, പോലീസ് പറഞ്ഞത് വേണമെങ്കിൽ ആ ബേക്കറി ഉടമയെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതി, എങ്ങനെയെങ്കിലും ഒരു പ്രതിയെ കിട്ടുക എന്നത് മാത്രമല്ലല്ലോ, ഇത് ചെയ്ത ആളെ വേണ്ടേ നമുക്ക് കണ്ടെത്താൻ. അതുകൊണ്ട് ഇതിന് പിന്നിൽ ആരാണ് ശരിക്കും പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ എൻ്റെതായ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നോട് മന്ത്രിയുടെ PA പറഞ്ഞിരിക്കുന്നത് ഈ കേസ് അന്വേഷണം അത് മറ്റൊരു നല്ല ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാനാണ് അവരുടെ തീരുമാനമെന്നാണ്. നല്ല കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട്. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു കേസ് അന്വേഷണത്തിൽ വ്യാപൃതനായതുകൊണ്ട് കുറച്ച് കാത്തിരിക്കണമെന്നും അവർ അറിയിച്ചു. എന്തായാലും ഇതിന് പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടെത്തും. ഇനി അവന്തികയാണെങ്കിൽ അവന്തികയ്ക്കും ഇതിന് തക്കതായ ശിക്ഷ കൊടുത്തിരിക്കും എന്ന് നന്ദൻ പറയുമ്പോൾ അരികിലേക്ക് എത്തി അർച്ചന പറഞ്ഞു, അതെ, അത് വേണം നന്ദേട്ടാ. ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് ആരാണെങ്കിലും, ഈ 2 കുടുംബത്തെയും തകർക്കാനായി ശ്രമിച്ചത് ആരാണെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇനി നിയമത്തിന് അങ്ങനെ ഒരു ശിക്ഷ വിധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്കുള്ള ശിക്ഷ നമുക്ക് തന്നെ വിധിക്കണം നന്ദേട്ട എന്ന് അർച്ചന അറിയിച്ചു. അതേ മോളെ, നമുക്ക് നോക്കാം എന്റെ കുടുംബത്തെ മറഞ്ഞിരുന്ന് ആക്രമിക്കാൻ തയ്യാറായ ആ ശത്രു ആരാണെന്ന്. ഒറ്റ ദിവസം കൊണ്ട് എന്റെ കുടുംബത്തിന്റെ സന്തോഷം തല്ലിക്കെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് എനിക്കറിയണം. അങ്ങനെ എന്റെ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഈ നന്ദന്റെ മരണമാണ്.
അങ്ങനെ വന്നാൽ ഞാൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് എന്റെ കുടുംബത്തെ ഈ രീതിയിൽ വേദനിപ്പിച്ചത് ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് നന്ദൻ അർച്ചനയോടും സന്ധ്യ ഡോക്ടറോടും അറിയിച്ചു. അപ്പോഴാണ് നെല്ലിശ്ശേരിയിൽ തനിച്ചായ സമയത്ത് അനഘ അവന്തിക്ക് അരികിലേക്ക് എത്തി ചോദിച്ചു, ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ചേച്ചി ഇങ്ങനെ ഇപ്പൊ ആലോചിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ ആരൊക്കെ മരിക്കണം എന്ന് ആഗ്രഹിച്ചോ, നമ്മൾ ആരുടെയൊക്കെ ജീവൻ പോകുന്നത് കാണണം എന്ന് ആഗ്രഹിച്ചോ, അവരൊക്കെ ഇപ്പൊ ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ ജീവനോടെ നിൽപ്പുണ്ട്. സത്യത്തിൽ ഇതുങ്ങൾക്കൊക്കെ ഈശ്വരൻ ആയുസ് കൂടുതലാണ് വാരിക്കോരി കൊടുത്തിരിക്കുന്നത് എന്ന് അനഘ അവന്തികയോട് അറിയിച്ചു. അവന്തിക ഒന്നും മിണ്ടാതെ അതെ എന്ന് വെറുതെ മൂളിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ അനഘ ചോദിച്ചു, ചേച്ചി എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ചേച്ചിയുടെ ഈ ആലോചന കാണുമ്പോ സത്യത്തിൽ എനിക്ക് പേടിയാ. ഇനി ഇതുപോലെയുള്ള കുഴപ്പങ്ങളൊന്നും ഞാൻ ഇനി കൂട്ടു നിൽക്കില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, താൻ ചത്ത് മീൻ പിടിക്കണമെന്നുള്ള ചേച്ചിയുടെ ഈ നടപടി, അതിന് ഞാൻ ഇനി ഒരിക്കലും കൂട്ടു നിൽക്കത്തുമില്ല. ഇതോടെ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു. ഇനി വേണ്ട ഇതുപോലെ വിഷം കൊടുപ്പലും പരിപാടിയൊന്നും, അതിനൊന്നും എന്നെ ഇനി കിട്ടില്ല എന്ന് അവന്തികയോട് അനഘ അറിയിച്ചു. അപ്പോഴേക്കും അനഘ പറഞ്ഞു, അതെ നീ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് അവന്തിക അനഘയോട് അറിയിക്കുമ്പോൾ അനഘ ചോദിച്ചു, ചേച്ചി നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത് ആ അർച്ചനയാണ്, അവളെയാണ് തകർക്കേണ്ടത്. ചേച്ചി ഒരു കാര്യം ചെയ്താലോ? ഇപ്പോ നമ്മൾ ഈ കേക്കിൽ പോയിസൺ കലർത്തിയതുപോലെ ഇവിടെ ഇരിക്കുന്ന ആ ചോറില്ലേ എല്ലാവരും ഉണ്ണാനായി വെച്ചിരിക്കുന്നത്, ആ ചോറിൽ അങ്ങ് വിഷം കലർത്തിയാലോ? അപ്പൊ പിന്നെ എല്ലാത്തിനെയും ഒറ്റയടിക്ക് അങ്ങ് കൊല്ലാവല്ലോ എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, കൊള്ളാം, നല്ല ഐഡിയ, വേഗം തന്നെ ചെന്ന് അതങ്ങ് നടപ്പിലാക്ക്. അതെ, ഇപ്പോ കേക്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ട് തൽക്കാലം അത് ആ ബേക്കറി ഉടമയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് കരുതാം. ഇനി ഇങ്ങനെയാണെങ്കിൽ അതോടെ നമുക്ക് രണ്ടുപേർക്കും കൂടി നേരെ അങ്ങ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയാൽ മതി. ഇതാണ് നിന്റെ എടുത്തുചാട്ടത്തിന്റെ കുഴപ്പം എന്ന് അനഘയെ അവന്തിയെ കുറ്റപ്പെടുത്തി. പിന്നെ ചേച്ചി എന്താ ഈ പറയുന്നത്? നമ്മൾ ഇവിടെ ഇതെല്ലാം കണ്ട് സഹിച്ചിങ്ങനെ നിൽക്കണം എന്നാണോ എന്ന് അനഘ അവന്തികയോട് ചോദിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അല്ല, ഞാൻ അതിന് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അത് തന്നെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് ഇവിടെ നിന്നത്. ഇനിയും ഇവരുടെ ഈ സന്തോഷം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ അർച്ചനയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഏകദേശം കെട്ടടങ്ങിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരിക്കലും ഇതുപോലെ നമ്മൾ എല്ലാവരെയും ഒറ്റയടിക്ക് കൊല്ലാനുള്ള നീക്കങ്ങളൊന്നും ഇനി നടത്തുന്നില്ല. പക്ഷെ അവരുടെ എല്ലാവരുടെയും സമാധാനം ഞാൻ തല്ലി തകർക്കും. അതാണ് ഇനി വേണ്ടത്. ഇങ്ങനൊരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് വേണ്ടിയിരുന്നില്ല എന്ന അവസ്ഥയിലേക്ക് ഇവിടെയുള്ളവരുടെ മനസ്സ് ഞാൻ എത്തിക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇനി ഈ വീട്ടിൽ ഉണ്ടാകേണ്ടത്. എല്ലാവരുടെയും സമാധാനം നഷ്ടമാകണം. ഒരെണ്ണവും മനസമാധാനത്തോടെ ഇവിടെ കിടക്കരുത് എന്ന് അവന്തിക അറിയിച്ചു. അനഘ ചോദിച്ചു, അതിനെന്താ ചേച്ചി പോംവഴി എന്ന് ചോദിച്ചതും, അതെ, നമ്മള് അടുത്ത ബ്രഹ്മാസ്ത്രം തടുക്കാൻ പോകുന്നു. അതാണ് ഇനി വേണ്ടത്. ബ്രഹ്മാസ്ത്രം, അതായത് ചെന്ന് പതിക്കുന്നിടത്തെല്ലാം ആ അഗ്നി വീണ്ടും വീണ്ടും വ്യാപിച്ച് അത് കൂടുതൽ ദോഷകരമായി ഭവിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ബ്രഹ്മാസ്ത്രം, അതാണ് നമ്മുടെ പക്കലുള്ള അർച്ചനയുടെയും സച്ചിയുടെയും ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള വഴിത്തിരിവിലേക്ക് എത്തിക്കുന്ന ആ സത്യം. അർച്ചനയും സച്ചിയും ഇനി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാമെന്നുള്ള സന്തോഷത്തിലാണ്. അവർ രണ്ടുപേരും ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എന്നാൽ ഇനി ഒരിക്കലും സച്ചിക്ക് ഒരു അച്ഛനാകാനോ അർച്ചനയ്ക്ക് ഒരമ്മയാകാനോ കഴിയില്ല എന്നുള്ള സത്യം അവരെ അറിയിക്കണം. അവരത് അറിയണം. ആ സത്യം അറിയുക മാത്രമല്ല, അതേക്കുറിച്ച് ഓർത്ത് അവർ വേദനിക്കുകയും ചെയ്യണം. ഈ കുടുംബം ഒന്നാകെ. നെല്ലശ്ശേരിയിലെ സേതുമാധവൻ സച്ചിയുടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ലാളിക്കാനായി കാത്തിരിക്കുന്ന ആ മനുഷ്യനോട് ആ സത്യം അറിയിക്കണം. അത് മാത്രമല്ല, ഇനിയും മറ്റു പല പദ്ധതികളുമുണ്ട് എന്ന് അവന്തിയെ പറയുമ്പോൾ അനഘ പറഞ്ഞു, ചേച്ചി അപ്പോ ചേച്ചിയോട് ഇതിനു മുൻപ് ആ ദയാനന്ദ മാഷും ഭാര്യയും ഇക്കാര്യം പറഞ്ഞതായിരുന്നില്ലേ? സച്ചിയേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് ചേച്ചി ശരിയാക്കിക്കോളാമെന്നല്ലേ അന്ന് അവർക്ക് വാക്കു കൊടുത്തത് എന്ന് അവന്തികയോട് അനഘ ചോദിച്ചതും അവന്തിക പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഈ സത്യങ്ങൾ നേരത്തെ അവർക്ക് അറിയാമായിരുന്നെന്നും അത് അറിഞ്ഞു വെച്ചുകൊണ്ട് മനഃപൂർവ്വം സച്ചിയുടെ ജീവിതം അവർ തകർക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ വരുത്തി തീർക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ആ രണ്ട് കുടുംബങ്ങളും തമ്മിൽ തല്ലായിക്കോളും. പിന്നെ ആ രണ്ട് കുടുംബവും തമ്മിൽ തല്ലി അതിന്റെ സമാധാനക്കേടിൽ ഈ കുടുംബത്തുള്ള എല്ലാവരും വേദനിക്കുന്നത് കാണാം. അങ്ങനെ സച്ചിയുടെ ജീവിതം നീറിപ്പോകുകയും സച്ചിയും അർച്ചനയും എന്നേക്കുമായി പിരിയാനുള്ള അവസ്ഥയിലേക്കും അവർ രണ്ടുപേരും രണ്ടു വഴിക്കാകുന്ന കാര്യത്തിലേക്കും ആ ഒറ്റ ഒരു പ്രവൃത്തി വന്നെത്തും. നമ്മുടെ ഈ നീക്കം കൃത്യമായി ഫലം ചെയ്താൽ അവസാനം അർച്ചന എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അത് മതിയല്ലോ പിന്നെ ഇവിടെയുള്ളതിനെ എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ എന്ന് അവന്തിക അനഘയോട് അറിയിച്ചു. എന്തായാലും ചേച്ചിയുടെ ഈ പദ്ധതിയൊക്കെ നല്ല സൂപ്പറാണ്. കൃത്യമായി വർക്കൗട്ട് ആയാൽ മാത്രം മതി എന്ന് അനഘയും അവന്തികയെ അറിയിച്ചു.
അതിനുശേഷം രാത്രിയിൽ സച്ചി പുറത്തു നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. അവന്തിക സച്ചി പുറത്ത് ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടതോടെ അവിടേക്ക് എത്തുന്നു. ഫോണിലെ സംഭാഷണം അവസാനിപ്പിച്ച ശേഷം സച്ചി അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവന്തിക സച്ചിയുടെ അരികിലേക്ക് എത്തിയത്. സച്ചി, നീ സംസാരിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചതും, കഴിഞ്ഞു ഏട്ടത്തി, ആനന്ദ് വിളിച്ചതായിരുന്നു. നമ്മുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ. ഓഫീസിലേക്ക് ഞാനോ ഏട്ടനോ പോയിട്ട് കുറെ ദിവസമായല്ലോ. ആരോഗ്യം എങ്ങനെ മെച്ചപ്പെട്ടോ എന്ന് അറിയാനായി അവൻ വിളിച്ചതാണ്. അടുത്ത ദിവസം തന്നെ ഞാനും ഏട്ടനും സന്ദീപുമൊക്കെ ഓഫീസിൽ ചെന്നു തുടങ്ങുമെന്ന് പറഞ്ഞു എന്ന് അറിയിച്ചു. അത് കേട്ടതും അവന്തിക പറഞ്ഞു, ആ സച്ചി, ഞാൻ നിന്നെ കാണാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് എന്ന് അറിയിച്ചു. അത് കേട്ടതും സച്ചി ചോദിച്ചു, എന്താ എടുത്തി, എന്താ ഓഫീസിൽ പോകുന്ന കാര്യമാണോ എന്ന് അന്വേഷിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അതല്ല സച്ചി, ഞാൻ ഒരു വട്ടം നിന്നോട് ഇക്കാര്യം പറഞ്ഞതാണ്. അന്ന് നീയും അതിന് സമ്മതം മൂളിയതുവാ. അർച്ചനയും ശശിയും കൂടി ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സന്ധ്യയെ തന്നെ പോയി കാണുന്ന കാര്യം അന്ന് നീ വാക്ക് തന്നതാണ്. പിന്നെ നീ അക്കാര്യത്തിൽ താല്പര്യമൊന്നും കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശശി പറഞ്ഞു, അത് കാണിക്കാതിരുന്നതല്ല, താല്പര്യമില്ലാഞ്ഞിട്ടല്ല ഏട്ടത്തി, മനഃപൂർവ്വം ഞങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുമല്ല. അന്ന് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണല്ലോ നന്ദേട്ടന്റെ പിറന്നാൾ ആഘോഷം ഉണ്ടായത്. അതിനുശേഷമല്ലേ പിന്നെ ഹോസ്പിറ്റലിൽ പോക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. അതാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിനായി പോകുന്നതിന്റെ കാരണത്തിൽ ഒരു താമസമുണ്ടായത് എന്നാണ് സച്ചി അറിയിക്കുന്നു. അത് കേട്ട ഉടനെ അവന്തിക പറഞ്ഞു, എന്നാ സച്ചി, ഇനിയും വൈകിക്കണ്ട, നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരും പോകണം. സന്ധ്യയുടെ അടുത്ത് തന്നെ പോയാൽ മതി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. എങ്കിലും ഇനി അതൊരു ആശങ്കയായിട്ട് മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സന്ധ്യ പരിഹരിക്കും. അത്രയ്ക്കും മിടുക്കിയാണ് സന്ധ്യ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തിൽ യാതൊരു അമാന്തവും കാട്ടരുത് എന്ന് അവന്തിക സച്ചിയോട് അറിയിച്ചു. ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുകയും ആ കുഞ്ഞിനെ താലോലിക്കുന്ന സ്വപ്നവും കണ്ടുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ എന്നും ഉറങ്ങുന്നത്. അതുപോലെ തന്നെ നന്ദേട്ടന്റെയും ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയാണ്. നന്ദേട്ടന്റെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ രാത്രിയിൽ നിന്നെ കാണാനായിട്ട് ഇവിടെ കാത്തു നിന്നതും നിന്നോട് ഇങ്ങനെ പറയുന്നതും. അത് കേട്ട സച്ചി പറഞ്ഞു, ശരി ഏട്ടത്തി, ഇനി ഇക്കാര്യത്തിൽ ഞാൻ ഒരു അമാന്തവും കാട്ടില്ല. ഉടനെ തന്നെ ഞാൻ അർച്ചനയും കൂട്ടി നാളെ തന്നെ സന്ധ്യ ഡോക്ടറെ പോയി കണ്ടോളാം എന്ന് സച്ചി വാക്ക് നൽകുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി പോകാൻ ഒരുങ്ങുമ്പോൾ അവന്തിക പറഞ്ഞു, ആ സച്ചി, പിന്നെ ഒരു കാര്യം, നീ ഇക്കാര്യം ഉടനെ തന്നെ ചെന്ന് അർച്ചനയോട് പറയണ്ട. പെട്ടെന്ന് അർച്ചനയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ കൂടെ വരാൻ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ടും ഇനി അങ്ങനെ എന്തെങ്കിലും കുഴപ്പമായിരിക്കുമോ എന്നൊക്കെ ആശങ്കയൊക്കെ മനസ്സിനെ വല്ലാതെ അലട്ടും. അതുകൊണ്ട് ആദ്യമൊക്കെ ഒരു വിസമ്മതം ഉണ്ടാകും. അങ്ങനെ തുടർന്ന് പെട്ടെന്ന് അർച്ചനയോട് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അർച്ചനയോട് ഉടനെ ഒന്നും ഇത് പറയണ്ട, സൗമ്യമായിട്ട് നീ കാര്യം ഒന്ന് അവതരിപ്പിച്ചാൽ മതി എന്ന് സച്ചിയോട് അവന്തിക പറയുന്നു. അത് കേട്ടതും സച്ചി പറഞ്ഞു, ശരി എടുത്തി, ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് റൂമിലേക്ക് പോയി. സച്ചി നാളെ തന്നെ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകുമെന്ന് ഉറപ്പ് നൽകി അവിടെ നിന്ന് സച്ചി റൂമിലേക്ക് പോകുന്നത് കണ്ട് അവന്തിക വലിയ സന്തോഷത്തിലാവുന്നു. നാളത്തെ ഒരു ദിവസം, ഇന്നുകൂടി മാത്രമേ നീയൊക്കെ ഈ സന്തോഷം അനുഭവിക്കൂ. നാളെ കൊണ്ട് നിന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ഇനി ഈ മുഖത്തെ പുഞ്ചിരി നിനക്കുണ്ടാകാൻ പോകുന്നില്ല എന്ന് അവന്തിക മനസ്സിൽ പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയുമായി സന്ധ്യ ഡോക്ടറെ കരികിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ അവന്തിക നിൽക്കുന്നു.